ഹായ്, ഇന്നത്തെ മാത്സ് ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. വീടിന്റെ മേൽക്കൂര, അതേപോലെ തന്നെ ട്രാഫിക് സൈൻ തുടങ്ങിയ പലതും ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഇത്തരത്തിലുള്ള നിരവധി വസ്തുക്കൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഏരിയ എന്താണെന്ന് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് ഒരു ആകൃതി കവർ ചെയ്യാൻ എത്ര സ്ഥലം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് ഏരിയ. ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണാം. ഈ ട്രയാങ്കിളിന് പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് എല്ലാ ത്രികോണങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ്. ഫസ്റ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം. ഈ ഒരു ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത്തരത്തിലുള്ള ട്രയാങ്കിളിനെയാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു വശം ബേസ് ആണ്, ഈ വശം ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണുന്നത് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് ബേസ് ആണ്, ഇത് ഹൈറ്റ് ആണ്. സോ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നെക്സ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 വശത്തിൻ്റെയും നീളം തുല്യമായിരിക്കും. ഈ 3 വശത്തിൻ്റെയും നീളം തുല്യമായിരിക്കും. ഇത്തരത്തിലുള്ള ട്രയാങ്കിളാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 3 വശത്തിൻ്റെയും നീളം എ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു √3/4 a². എ എന്ന് പറയുന്നത് ഒരു വശത്തിൻ്റെ നീളമാണ്. സോ ഏരിയ ഈക്വൽ ടു √3/4 a². നെക്സ്റ്റ് ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. ഈ ഒരു ത്രികോണത്തിൻ്റെ പ്രത്യേകത ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും. 2 വശങ്ങളുടെ നീളം തുല്യമായിരിക്കും. മൂന്നാമത്തെ വശം വ്യത്യസ്ത നീളമായിരിക്കും. ഇവിടെ ഈ വശമാണ് വ്യത്യസ്തമായിട്ടുള്ള നീളം. ഈ 2 വശത്തിൻ്റെ നീളം തുല്യമായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള വശത്തിൻ്റെ നീളം നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ ബേസിൽ നിന്നും ഹൈറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ടാണ് നമ്മൾ ഏരിയ കാണുന്നത്. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് ഈ ഒരു വശമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഹൈറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നെക്സ്റ്റ് സ്കെയിലിയൻ ട്രയാങ്കിൾ അഥവാ വിഷമഭുജ ത്രികോണം. ഈ ഒരു ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 വശവും ഡിഫറെൻ്റ് ലെങ്ത് ആയിരിക്കും. 3 വശത്തിൻ്റെയും നീളം വ്യത്യസ്തമായിരിക്കും. ഈ ഒരു വശത്തിൻ്റെ നീളമായിരിക്കില്ല ഇതിന്, ആ നീളമായിരിക്കില്ല ഇതിന്. 3ഉം വ്യത്യസ്ത നീളമായിരിക്കും. ഈ ഒരു ത്രികോണത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസും ഹൈറ്റും നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഈ ഒരു സൈഡ് എ ആയിട്ട് ഇത് ബി, ഇത് സി എന്നിങ്ങനെ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു √S ഇൻറ്റു S മൈനസ് എ ഇൻറ്റു S മൈനസ് ബി ഇൻറ്റു S മൈനസ് സി. ഇതാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ എസ് എന്താണെന്ന് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഈ ഒരു വശത്തിൻ്റെ നീളമാണ്. ഈ വശത്തിൻ്റെ നീളമാണ് എ. ബി ഈ വശത്തിൻ്റെ നീളം, സി ഈ വശത്തിൻ്റെ നീളം. ഈ 3 വശത്തിൻ്റെ നീളം കൂടെ കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ എസ് കിട്ടും. എന്നിട്ട് √S ഇൻറ്റു S മൈനസ് എ ഇൻറ്റു S മൈനസ് ബി ഇൻറ്റു S മൈനസ് സി. അത് ചെയ്താൽ ഏരിയ കിട്ടും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ജനറൽ ഫോർമുല എന്താണെന്ന് നോക്കി. അതേപോലെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താണെന്നും അതിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്നും മനസ്സിലാക്കി. അതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, സ്കെയിലിയൻ ട്രയാങ്കിൾ, ഇത്രയും ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെയൊക്കെ ഏരിയ എങ്ങനെ കാണാമെന്നുമാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ.
താങ്ക് യു.